ഹലോ, എല്ലാവർക്കും നമസ്കാരം. JK ഫാമിലി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യൂട്യൂബ് ചാനൽ ഒന്ന് എന്നാണെന്നറിയോ, ഒന്ന് ഇത് ചമ്മലായി സംഗതി, ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടുള്ള ഒരു തുടക്കക്കാരൻ്റെതായ ഒരു ജാള്യത, ഇളിഭ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇളിഭ്യതയും ജാള്യതയും പേടിയൊക്കെ കൊണ്ടായിരിക്കും വണ്ടിക്ക്. അതല്ല കേട്ടോ, അത് കാരണം എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് ഇല്ലായിരുന്നു. മൊബൈൽ സ്റ്റാൻഡൊക്കെ ഇനി മേടിക്കണം. അപ്പോൾ അതൊന്നേന്നെല്ലാം കാര്യം. അതിനു മുമ്പ് ഈ സംഗതി ഒന്ന് ചെയ്ത് പരിചയിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതൊരു ട്രയൽ റൺ പോലെ വിചാരിച്ചാൽ മതി. ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം കേട്ടോ. ഒരു ശ്രമമല്ലേ, ഒന്ന് സഹായിക്കുന്നേ. പിന്നെ വീട്ടിലെ കുറച്ച് 2-3 പൊറോട്ട കിട്ടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മേടിച്ചതിൻ്റെ അകത്ത് മിച്ചം വന്ന 2-3 പൊറോട്ട. അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ എന്നാ ചെയ്യണം, വൈകുന്നേരത്തെ സ്നാക്സിനെ പറ്റി ചിന്തിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് പിള്ളേർക്കൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഷെഫ് പിള്ള പൊറോട്ടയും പാലും കൂടെ ചേർത്തിട്ടൊരു ഗംഭീര സാധനം ചെയ്തിരുന്നു. അപ്പം നമ്മളത് കണ്ടിട്ട് പറയണേ, എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെ പൊറോട്ട? പാൽ പൊറോട്ട അടിപൊളി എന്ന് പറഞ്ഞ ഞാമിക്ക് ഇഷ്ടപ്പെട്ടോ? ഷെഫ് പിള്ളയുടെ റെസിപ്പിയാ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? കൊള്ളാം. വെറുതെ വാക്ക് പറയാം, ഇതിന്റെ ഒരു ടേസ്റ്റിനെ പറ്റി വിശദമായിട്ട് പറ. പൊറോട്ടയിൽ ഇങ്ങനെ എന്ത് പാലും ഹോർലിക്സും എല്ലാം പൊറോട്ട അലിഞ്ഞിരിക്കണോ? ഇങ്ങനെ കുറച്ചുകൂടെ കുതിർന്നിരുന്ന കുതിരാനുള്ള സമയം കിട്ടിയില്ലല്ലേ? നല്ല സാവാശ അതിനു മുമ്പേ കൊതി കറിയാണോടി? അതിന്റെ മണം കൊണ്ടാണോ? ആ സ്ട്രക്ചർ കണ്ടപ്പോ തന്നെ കൊതിയായോ? ഇനിയിപ്പോ ഇത് സ്ഥിരമായിരിക്കും ഇവിടെ? ഹോളിക്സ് മേടിക്ക് വേണ്ടി വരുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. അവിടെയാണ്ട് തട്ടി മുറിക്കുന്നത്. അവിടെ വേറൊരു പുള്ളിക്കാരിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മധുരവിരോധിയാണേ. പക്ഷെ ഇവനും മധുരവിരോധിയാ. പക്ഷെ മധുരവിരോധിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ മാണാന്നാ കയറ്റിയത് കേട്ടോ. 3 പൊറോട്ട ഇതുവഴി പോയെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. നോക്കി, അടിപൊളിയല്ലേ നോക്കി, കുതിർന്ന് നല്ല പാൽപ്പായസത്തിന്റെ അകത്ത് മറ്റേ ബോളി ഇട്ട് കഴിക്കുന്ന പോലെ ടേസ്റ്റ് ഉണ്ടോ? പിന്നെ ഇത് വേറെ അല്ലേ? കണ്ടംപററി ആണോ? എന്താ അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നറിയാവോ? എങ്ങനെയാ ചെയ്യുന്നത്? പൊറോട്ട ചൂടാക്കോ പാല് ചൂടാക്കോ? എന്നാ ചൂടാക്കണ്ടേ? രണ്ടും ചൂടാക്കണം. പിന്നെ പൊറോട്ട വെക്കണോ? ആ പ്ലേറ്റിൽ പൊറോട്ട വെക്കണം. പാലൊഴിക്കണം. അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാന്നറിയോ? ഈ ഹോർലിക്സ് ഉണ്ടല്ലോ, പാലിന്റെ അകത്ത് പാലിന്റെ അകത്ത് കലക്കണം. പഞ്ചസാര ഒഴിച്ച് ചേർത്ത് കലക്കണം. എന്നിട്ട് ആ പാല് വേണം ഇതിന്റെ പൊറോട്ടക്കകത്തോട് ഒഴിക്കാൻ. എന്നിട്ട് അത് കുതിരണം. എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഹോർലിക്സ് വിതരണം, പൊടി ഇങ്ങനെ വിതരണം. ആ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടെ തരണം. പഞ്ചസാര കൂടുന്തോറും ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പറ്റുന്ന പഞ്ചസാരയില്ല, അത്രയും പഞ്ചസാര ചേർക്കാവുള്ളൂ. കണ്ടമാനം പഞ്ചസാര ചേർത്തതേ അമ്മ കണ്ടില്ലേ, ഇത്രയും പഞ്ചസാര ചേർത്തിട്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ചായക്കകത്തിടും അല്ലേ? അവിടുന്ന് ഓടി വരും. ചിലപ്പോ ഉണ്ടല്ലോ ഒരു പാഞ്ഞ് ഇങ്ങോട്ട് വരും. നോക്കിയിരുന്ന കേട്ടോ, ചിലപ്പോ അറിയാനൊക്കെ. ഇത് തീരാറായാലോ? നാളെ പരീക്ഷ ഉണ്ടോ കുഞ്ഞ്? എന്നാ നാളെ എന്നാ പരീക്ഷ? നിനക്ക് ആർട്ടോ? അതെന്തുവാടാ? എനിക്കും അറിയത്തില്ല. എന്തോ എന്റെ അത് പറയുന്നേ?
ജനറൽ നോളജാ. ഒന്നുമില്ല. ജനറൽ നോളജാ. ഒരു ചോദ്യം പറ, അതിന് അറിയാവുന്ന ഒരു ചോദ്യം പറ. ഇത് അറിയത്തില്ല. എടി, കല എന്ന് പറയുന്ന, ആർട്ട് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഉണ്ടാകേണ്ട ഒരു കഴിവ്. എന്നാ വെച്ചറിയാം, എന്തിനാണെന്നറിയാവോ? അതായത് എന്തിനാ അത് പഠിപ്പിക്കുന്നതെന്ന് അറിയാവോ? അങ്ങനെ ഒരു കാര്യം പരിശോധിക്കുന്നത് അറിയോ? എന്തിനാ ആർട്ട് എന്ന് പറഞ്ഞ വിഷയം കൊടുത്തിരിക്കുന്നത്? ചുമ്മാ കൊടുത്തിരിക്കുന്നതല്ല. എന്ന് വെച്ചാ എന്നാ, പിന്നെ എന്നാ അറിയാമെങ്കിൽ പിന്നെ പറയും, കേൾക്കട്ടെ. അധികം പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് നാട്ടിൽ കഴിവുണ്ടെന്ന് അറിയാൻ എന്നാണ് നീ വിചാരിക്കുന്നത്? ശരി, നിന്റെ കാര്യം എനിക്കും അതന്നെ. ഇത് രണ്ടുമല്ല. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം റിഥമിക്കായിരിക്കും, താളാത്മകമായിരിക്കണം അവന്റെ ജീവിതം. നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് ഒരു താളത്തിലായിരിക്കുന്നത്, അല്ലേ? ആണോ? ആണ് അല്ലേ? ആ, ഈ പ്രപഞ്ചം മുഴുവൻ ഇത്തരത്തിലൊരു താളത്തിലാണ് പോകുന്നത്. 365 ദിവസം കൊണ്ട് കറങ്ങുന്നു എന്ന് പറയുന്ന ഒരു താളമാണ്, അല്ലേ? ഭൂമി സൂര്യനെ വലം വെക്കുന്നു എന്ന് പറയുന്നത് ഒരു താളമാണ്. എന്ന് പറഞ്ഞതുപോലെ ഓരോന്നിനും ഒരു താളമുണ്ട് ലോകത്തിൽ. അത് സത്യത്തിൽ ഒരു ആർട്ട് ഫോമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ താളം എന്ന് പറയുന്നത് താളനിബദ്ധമായിരിക്കണം, അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മളിലൊരു റിഥമിക്കായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യം അച്ചടക്കത്തിൻ്റെതായ ബാലപാഠങ്ങൾ ലഭിക്കാൻ കൂടിയാണ് സത്യത്തിൽ ആർട്ട് പഠിക്കുന്നത്. മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ട ഉണ്ടാകാനും ഒക്കെയാണ് ആർട്ട് എന്ന് പറയുന്ന സാധനം സഹായിക്കുന്നത്. നല്ല ഇപ്പൊ കല പഠിക്കുന്നതിന്റെ, ഇപ്പൊ നീ ഡാൻസ് പഠിക്കുന്നില്ലേ? ഡാൻസ് പഠിപ്പിക്കുമ്പോൾ പറയാറില്ല, ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവുമെന്ന് പറയാറുണ്ടോ? സാറ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ആ, കല പഠിക്കുന്നവർക്കുള്ള ഗുണം അതാ, അവർക്ക് ജീവിതത്തിന്റെ ഒരു ചിട്ട ഉണ്ടാകും. അതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ ഏതേവാ. യാമി വളരെ ചിട്ടയോട് കൂടി ജീവിക്കുന്ന കുട്ടിയാണെന്ന് നമുക്കറിയാമല്ലോ. അല്ല, അവള് പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ 7 വർഷം പഠിച്ചു തുടങ്ങിയത്. 7 വർഷം അല്ലെ? എല്ലാരും അങ്ങനെയല്ല. ഇത് കലയെന്ന് പറയാൻ സാഗരം പോലെയാണ് കുഞ്ഞ്. അതിങ്ങനെ കിടക്കല്ലേ, കാണ്ടമായിട്ട് കിടക്കല്ലേ. ഇതിനിടയ്ക്ക് പ്രിയപ്പെട്ടവരെ ഇത് കണ്ടോ? ഇതിന്റെ ഒരു അവസ്ഥ കണ്ടോ? കുതിർന്ന് ഇവൻ അങ്ങനെ വാണാന്നായിട്ടോ. മൊത്തം പിടിച്ചോ? തുടക്കത്തിലുണ്ടായിരുന്ന ആക്രാന്തം എല്ലാം കഴിഞ്ഞു കേട്ടോ. മത്തായി ആയിട്ടുണ്ട്. പൊതുവെ ഇവർക്ക് ഈ മധുരം ഇഷ്ടമല്ലല്ലോ, പുതിയ ഈ തലമുറയിൽപ്പെട്ടവർക്ക്. അത് എന്നിട്ട് പോലും ഇവൻ ഹിറ്റായി എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം കേട്ടോ. അത് പറയാതിരിക്കണത്തില്ല. എനിവേ, ഷെഫ് പിള്ളയുടെ ഈ ഒരു കണ്ടുപിടുത്തം കേട്ടോ അസാധ്യ സാധനമാണെന്നുള്ള സംശയമില്ല. അപ്പോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. എന്തോ വണക്കം.